ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മനുവിനെ സാറെന്നും വിളിച്ചുകൊണ്ടാണ് അലീന അങ്ങോട്ട് ചെല്ലുന്നത്. അലീന ചെന്നിട്ട് സാർ ജ്യൂസ്. എന്നെയാണോ വിളിച്ചത്? അതെ. സാർ പ്രജിത മമ്മിയെ കാണാൻ വന്നാണോ? അല്ല, മുത്തശ്ശനാ പ്രജിത മമ്മിയെ കാണേണ്ടത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് വന്നതാ. ആണോ? എന്നാ സാർ ലൈം ജ്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കണം. അപ്പോൾ ലൈം ജ്യൂസ് കുടിച്ചതിന് ശേഷം നന്നായിട്ടുണ്ട്, മുത്തശ്ശനും കൊടുത്തായിരുന്നോ? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം മനു അവിടെയൊക്കെ നോക്കി ഇങ്ങനെ നല്ല ആസ്വദിച്ചുകൊണ്ട് നിൽക്കുക. നല്ല ഭംഗിയുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ പ്രജിതാമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതെ, ദേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ, ഈ പൈസ മേടിക്കും. അയ്യോ, പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം, അതിനു വേണ്ടിയാണ് വന്നത്. എനിക്കറിയാം, ഞാൻ അലീനയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാണ് വന്നത്. പക്ഷേ ഞാൻ ഇപ്പം തന്നെ കൊണ്ടുപോകണോ മോളെ? പിന്നെ എൻ്റെ ഭാര്യയുടെ കാര്യം അറിയാമല്ലോ, അവൾ വീണു, അവളുടെ നട്ടെല്ലൊടിഞ്ഞു, അതുകൊണ്ട് കിടപ്പില്ല. അലീന മോള് അവളെ നോക്കിക്കോട്ടെ, എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എൻ്റെ മരുമോൾ അവളെ നോക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല. എന്തായാലും അലീന മോൾ ഇവിടെയുള്ള രോഗികളെ ഇത്രയും സ്നേഹത്തോടെ പരിചരിക്കുമ്പോൾ എൻ്റെ ഭാര്യയെ, അതായത് അവളുടെ അമ്മമ്മയെ പരിചരിക്കുമെന്ന് എനിക്കറിയാം എന്നും പറയുകയാണ്. അത് കേട്ടത് എന്നാൽ പിന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോ, അവളെ പൊന്നുപോലെ നോക്കിക്കോണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാം, കല്യാണം കഴിച്ച് വിടണമെങ്കിൽ വിടാം, അവളുടെ ഭാവിയെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം, ധൈര്യമായിട്ടിരിക്കും. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ, അവൾക്ക് വേണ്ടിയും ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഇത് വെച്ചോ എന്നും പറഞ്ഞ് പൈസ കയ്യിൽ കൊടുത്തിട്ട് മുത്തശ്ശൻ പിന്നെ ഒരു കാര്യം, സത്യം ഒരിക്കലും ആരും അറിയരുത്, ആരും എന്നും പറയാ ഇല്ല, എൻ്റെ വായിൽ നിന്നും സത്യങ്ങൾ ആരും അറിയില്ല, സാറിൻ്റെ വീട്ടിലുള്ളവരാരും എന്നും പറയാ. ഈ സമയം അവർ പോകാനൊരുങ്ങുമ്പോൾ മനു പറയുക, എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. ശരി, ഈ ഗ്ലാസ് ഇങ്ങോട്ടാ, ഞാൻ എടുത്തു വെച്ചോളാം എന്നും പറഞ്ഞാൽ അലീന ഗ്ലാസ് മേടിക്കുക. അങ്ങനെ ഇവിടെ വരെ വരാൻ മനസ്സ് കാണിച്ചതിന് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രജിതാമ്മയും നന്ദിയൊക്കെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും നല്ല വലിയ വീട്ടുകാരാണെന്ന് തോന്നുന്നു അല്ലേ മമ്മി? അതെ, വലിയ തറവാട്ടുകാരാ മോളെ എന്നും പറയുക. അങ്ങനെ പ്രജിതാമ്മ അവിടെ പോയി കിടക്കുക. ഈ സമയം കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശൻ ആലോചിച്ചുകൊണ്ടിരിക്കുക അലീനയെ കണ്ട കാഴ്ചകളൊക്കെ. അലീനയെ കണ്ടതും അലീന രോഗികളെ പരിചരിക്കുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ മനു, മുത്തശ്ശ, ആ സ്ഥലം നന്നായിട്ടുണ്ട്, എന്തായാലും എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു, മുത്തശ്ശന് എങ്ങനെ ഈ സ്ഥലം അറിയാം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം മുത്തശ്ശൻ അവിടെ ഒന്നും അല്ല, എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതേ മുത്തശ്ശ, ഇത് ഏത് ലോകത്താ? ഞാൻ ആ പെൺകൊച്ചിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു മോനെ, നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ല ഐശ്വര്യമുള്ള മുഖം, കണ്ടാൽ പറയില്ല അനാഥയാണെന്ന്. ആ കുട്ടി ഏതോ വലിയ വീട്ടിൽ ജനിച്ച പെൺകുട്ടിയെ പോലും ഉണ്ട്. എല്ലാവരും അനാഥരാ മോനെ, ഞാൻ പോലും അനാഥനാ. ചിലർ നേരത്തെ മനസ്സിലാക്കും, ചിലർ വയസ്സായി കഴിയുമ്പോൾ മനസ്സിലാക്കും. അങ്ങനെ പല കാര്യങ്ങളും പല ഇതിനിടയിലും വരുന്നുണ്ടല്ലോ മോനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ, നമുക്ക് ആ പെൺകുട്ടിയെ ദത്തെടുത്താലോ? ദത്തെടുക്കാനോ? എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നേ? നമ്മുടെ വീട്ടിൽ ആണായിട്ടും പെണ്ണായിട്ടും ഇഷ്ടം പോലെ ഇല്ലേ, പിന്നെ ദത്തെടുക്കുന്ന എന്തിനാ? അല്ല മോനെ, നിൻ്റെ മുത്തശ്ശിയുടെ കാര്യം നോക്കാൻ ഒരാൾ വേണം. ഞാൻ അവിടെ ചെന്നപ്പോൾ കിടപ്പ് രോഗികളെ ആ പെൺകുട്ടി പരിചരിക്കുന്നത് കണ്ടു. എന്ത് മനോഹരമായിട്ടാ, ഒട്ടും അറപ്പും വെറുപ്പും ഇല്ലാതെയാ ആ കുട്ടി പരിചരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്കൊരു വിശ്വാസം മനസ്സിലേക്ക് കടന്നു വന്നു. എൻ്റെ ഭാര്യയെ, അതായത് നിൻ്റെ മുത്തശ്ശിയെ ആ കുട്ടി പൊന്നുപോലെ നോക്കൂന്ന്, ഒരറപ്പും വെറുപ്പും ഇല്ലാതെ നോക്കൂന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മുത്തശ്ശിയെ നോക്കാൻ കൂട്ടിക്കൊണ്ട് പോയാലോന്ന്. അതെന്തായാലും നല്ല ഐഡിയ മുത്തശ്ശ. ആ പെൺകുട്ടി വന്നാൽ അമ്മയ്ക്ക് ഇത്തിരിയും കൂടെ ആശ്വാസവും. കാരണം അമ്മ ഇപ്പോഴും മുത്തശ്ശിയെ നോക്കുന്നത് ആത്മാർത്ഥമായിട്ടൊന്നുമല്ല. ചില സമയത്ത് അതൊക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പെൺകുട്ടി ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോരായിരുന്നില്ലേ? അവൾക്ക് അവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അവൾ പെട്ടെന്ന് പോന്നു കഴിഞ്ഞാൽ അവിടുത്തെ കിടപ്പ് രോഗികൾക്ക് അത് സങ്കടമാണ്. പ്രജിത മമ്മിയുടെ കാര്യം പറയാമല്ലോ, അവർക്ക് തീരെ വയ്യ, മരണം മുന്നിൽ കാത്തു കിടക്കുക. അതുകൊണ്ടാണ് എല്ലാവരെയും ഒഴിപ്പിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് ഓരോരുത്തരെയായിട്ട് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. പാവമല്ലേ ഓരോരുത്തരുടെ അവസ്ഥയെ, അനാഥയായിട്ട് വളർന്നു, അവസാനം ആ വളർന്നെടുത്തു നിന്ന് മാറുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടം അല്ല മുത്തശ്ശ? അതെ, പിന്നെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നീ ഒറ്റയ്ക്ക് വേണം ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാൻ. അയ്യോ മുത്തശ്ശ, അത് പറ്റുമോ? മുത്തശ്ശനില്ലാതെ ഞാനെങ്ങനെയാ? മോനെ, എനിക്കിനി ഇത്രയും ദൂരമൊന്നും യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
അതുകൊണ്ടാ എന്നും പറയുക. ശരി മുത്ത, മനു വാക്ക് കൊടുക്കുക. ഈ സമയമാണെങ്കിൽ മനുവും കാറോടിച്ച് അലീനയെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് മമ്മിയുടെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് അലീന. മമ്മി, കാലിൽ നല്ല നീരുണ്ടല്ലോ മമ്മി. എന്ത് ചെയ്യാനാ മോളെ, നല്ല വേദനയും ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് മമ്മിയോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്താ? സാരമില്ല മോളെ, എല്ലാം സഹിക്കല്ലേ. വയസ്സാങ്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സഹിക്കേണ്ടി വരും എന്നൊക്കെ പറയുക. അല്ല മമ്മി, അദ്ദേഹം ആരാ എന്നും നമ്മുടെ അലീനയുടെ ചോദ്യം. അത് കേട്ടതും മമ്മി നോക്കുക. മമ്മി, അദ്ദേഹം ആരാ മമ്മി? വന്നു, എന്നെ ശ്രദ്ധിച്ചു നോക്കി. അതിനുശേഷം അദ്ദേഹം എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. എനിക്കറിയണം അദ്ദേഹം ആരാണെന്ന്. അദ്ദേഹം എന്തിനാ എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചതെന്ന്. നിന്നെ മനസ്സാൽ അനുഗ്രഹിച്ചിട്ടാണ് മോളെ പോയത്. അതാ എന്തിനാന്ന് ചോദിച്ചേ. അത് കേട്ടത് പ്രജിതമ്മ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം എൻ്റെ തലയിൽ കൈതൊട്ടപ്പോൾ തല മുതൽ കാല് വരെ എനിക്ക് പെരുത്തു വന്നു. എന്താണെന്നറിയില്ല, എന്തോ ഒരു മുൻജന്മ ബന്ധം ഉള്ളതുപോലെ തോന്നി. ആരാ മുത്തശ്ശിയത്? സത്യത്തിൽ അത് ആരാ എന്നും നമ്മുടെ അലീനയുടെ നിർബന്ധിച്ചുള്ള ചോദ്യം കേട്ട് പ്രജിതാമ്മ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറയാം, എല്ലാം പറയാം, നീ ഇവിടെ വന്നിരിക്കേ. ഒരു വലിയ തറവാട്ടുകാരനാണ് അദ്ദേഹം. നിന്റെ ഗ്രാൻഡ് ഫാദർ കുഞ്ഞിരാമൻ മേനോൻ. അത് കേട്ടതും അലീന ഞെട്ടി. എന്താ മുത്തശ്ശി പറയുന്നേ? എൻ്റെ ഗ്രാൻഡ് ഫാദറോ? അതെ മോളെ, നിന്റെ ഗ്രാൻഡ് ഫാദറാ അത്. അത് കേട്ടതും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശി. സോറി മമ്മി. മോളെ, നിന്റെ അമ്മയുടെ അച്ഛനാണത്. അത് കേട്ടതും നമ്മുടെ അലീന ഞെട്ടലോടുകൂടെ എന്താ മമ്മി പറഞ്ഞേ? അതെ മോളെ, നിന്റെ അമ്മയുടെ അച്ഛൻ. അദ്ദേഹമാണ് നിന്നെ ഇപ്പോൾ അനുഗ്രഹിച്ചിട്ട് പോയത്. അപ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ടോ മമ്മി? എല്ലാവരും ഉണ്ട്, നിനക്ക് എല്ലാവരും ഉണ്ട് മോളെ. അവരുടെ വീട്ടിലേക്കാണ് നീ ഇനി പോകാൻ പോകുന്നത്, നിൻ്റെ സ്വന്തം വീട്ടിലേക്ക്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റുമോ? പറ്റും. നിൻ്റെ അമ്മയെ കാണാൻ കഴിയും, നിൻ്റെ സഹോദരങ്ങളെ കാണാൻ കഴിയും, നിൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ കഴിയും, നിൻ്റെ ബന്ധുക്കളെയൊക്കെ കാണാൻ കഴിയും. അപ്പോൾ എൻ്റെ അമ്മയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ മുത്തശ്ശി? പറ്റും. നിൻ്റെ അമ്മയെ നിനക്ക് സ്നേഹിക്കാം, തൊടാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷേ നിൻ്റെ അമ്മ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അതാണ് പ്രശ്നം. അതെന്താ മമ്മി? അതെന്താ എൻ്റെ അമ്മ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തത് എന്നും അലീന ചോദിക്കുകയാണ്. മോളെ, വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ മുത്തശ്ശനാണ് നിന്നെ ഇവിടെ ആക്കിയിട്ട് പോയത്. അദ്ദേഹം നിന്നെ ഇവിടെ ആക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു വാക്ക് കൊടുത്തിരുന്നു, സത്യങ്ങൾ ആരും അറിയില്ല എന്ന്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ എല്ലാ സത്യവും അറിയണം, എന്നിട്ട് വേണം നീ ആ വീട്ടിലേക്ക് പോകാൻ. കാരണം അവിടെ ചെന്ന് നീ നിൽക്കുമ്പോൾ നിനക്ക് നിൻ്റെ ചില കടമകളുണ്ട്, നിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ നിറവേറ്റേണ്ടി വരും. അതിന് നീ ഈ സത്യങ്ങളൊക്കെ അറിയണം മോളെ. പിന്നെ എല്ലാം നീ ചെയ്യുമ്പോഴും നീ ഓർക്കണം, വർഷങ്ങൾക്ക് മുമ്പ് നീ മരിച്ചു പോയതിന് ശേഷമാണ് നിൻ്റെ അമ്മയ്ക്ക് വേറൊരു ജീവിതം ഉണ്ടായത്. നിൻ്റെ അമ്മയ്ക്ക് അറിയില്ല നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. നിൻ്റെ അമ്മ അതറിയാതെ വേണം ഈ ജീവിതകാലം മുഴുവനും ജീവിക്കാൻ. അതുമാത്രമല്ല, നിനക്കിടയിലും നിൻ്റെ കുടുംബത്തിനിടയിലും ഒരു കണ്ണാടി ചില്ലുണ്ട്. ആ കണ്ണാടി ചില്ലിലൂടെ പുറത്തേക്ക് നോക്കാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. സത്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. ഇത് പ്രജിതാമ്മയ്ക്ക് നീ വാക്ക് തരണം. അത് കേട്ടതും മമ്മി ഞാൻ എങ്ങനെയാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളെയും എനിക്ക് അവരെ മറക്കാൻ പറ്റും മമ്മി? പറ്റും, മറക്കാൻ ഞാൻ പറയുന്നില്ല മോളെ. നീ അവരെ സ്നേഹിച്ചോ? നിൻ്റെ അമ്മ ജോലിക്ക് പോകുന്നത് നിനക്ക് കാണാം, നിൻ്റെ സഹോദരങ്ങൾ കോളേജിൽ പോയിട്ട് വരുന്നത് നിനക്ക് കാണാം. അവരുടെ കൂടെ ചിരിക്കാം, കളിക്കാം, സംസാരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ അമ്മയെന്ന് വിളിക്കാനുള്ള അധികാരം നിനക്കില്ല. ഉണ്ടെങ്കിലും അവിടെ നിനക്കതില്ല മോളെ. വർഷങ്ങൾക്ക് മുമ്പ് നീ മരിച്ചുപോയെന്ന് അറിഞ്ഞിട്ടാണ് നിൻ്റെ അമ്മ ഇപ്പോൾ ജീവിക്കുന്നത്. ഇനിയും നിൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് നീ കടന്നു ചെന്ന ആ അമ്മ മരിച്ചതിന് തുല്യമാണ് മോളെ. അതുകൊണ്ടാണ് മമ്മി ഇത്രയൊക്കെ സത്യങ്ങൾ ഇത്രയും നാളും നിന്നിൽ നിന്നും മറച്ചു വെച്ചത്. അത് കേട്ടതും നമ്മുടെ അലീനയ്ക്ക് ആകെ സങ്കടമായി. അപ്പോൾ മമ്മി കൈ നീട്ടുക, നീ എനിക്ക് സത്യം ചെയ്തതാ. ഈ സത്യങ്ങൾ മറ്റാരും അറിയരുത്, ആരും അറിയാതെ വേണം നീ അവിടെ നിൽക്കാനെന്ന്. അത് കേട്ടതും നിറകണ്ണുകളോടുകൂടെ അലീന മമ്മിയുടെ കൈകളിലേക്ക് കൈ വെച്ചമർത്തി. അതിനുശേഷം സത്യം ഞാൻ ആരോടും പറയില്ല മമ്മി. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അവരെൻ്റെ സ്വന്തമാണെന്ന് അറിഞ്ഞിട്ട് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇനി പിടിച്ചു നിൽക്കും. എൻ്റെ സ്വന്തം ബന്ധങ്ങൾക്ക് വേണ്ടി എന്തും സഹിച്ച് ഞാൻ അവിടെ നിൽക്കും മമ്മി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന വാക്ക് കൊടുക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അലീന എല്ലാം ആലോചിക്കുകയാണ്. മുത്തശ്ശൻ വന്നതും മുത്തശ്ശൻ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചതൊക്കെ എൻ്റെ മുത്തശ്ശനാണ്. എൻ്റെ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ എത്ര നല്ലവരാണോ എന്തോ എനിക്കറിയില്ല. പക്ഷേ എന്നാലും എൻ്റെ അമ്മ എന്നെ എന്തിനു ഉപേക്ഷിച്ചത്? എൻ്റെ അമ്മയോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീന സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ ചിന്നുമോളെ ഉറക്കിയിട്ട് ആനി ചോദിക്കുക, എന്താ ചേച്ചി, എന്ത് പറ്റി? എന്തിനാ വിഷമിച്ച് നിൽക്കുന്നേ? ചേച്ചി ഇപ്പോൾ ഭാഗ്യവതിയല്ലേ? ചേച്ചിക്ക് വലിയ വീടും
വലിയ തറവാട്ടുകാരൊക്കെ ഇല്ലേ സ്വന്തമായിട്ട്. ഇപ്പോഴാണെങ്കിലും ചേച്ചി സത്യങ്ങളൊക്കെ ഞാനാകെ ഞെട്ടലില്ല മോളെ. കാരണം ഇത്രയും വലിയ തറവാട്ടിൽ ജനിച്ച അവരെന്തിനാ എന്നെ ഉപേക്ഷിച്ചത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും കാരണമില്ലാതെ അവർ ഉപേക്ഷിക്കില്ലല്ലോ ചേച്ചി. ചിലപ്പോൾ പ്രജിത മമ്മിയുടെ അടുത്ത് കൊണ്ടുവന്ന ചേച്ചിയെ കൊടുത്തിട്ട് ചേച്ചിയെ സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ഇത്രയും നാളും പിടിച്ചു നിന്നത്. ഇല്ല മോളെ, എനിക്ക് പല പല സംശയങ്ങളും ഉണ്ട്. എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും നോക്കട്ടെ, കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോയേ പറ്റൂ. ചേച്ചി, എനിക്കും ഉണ്ടാവില്ല ചേച്ചി അങ്ങനെ ഒരു അമ്മ. എന്നെയും ഇതുപോലെ ഉപേക്ഷിച്ചിട്ട് അമ്മ പോയത് എന്തിനായിരിക്കും? ഇനി ഞാനും ചേച്ചിയെ പോലെ വലിയ തറവാട്ടുകാരിയാണോ? കുഞ്ഞിരാമൻ മേനോൻ സാറിനെ പോലെ ചേച്ചി എനിക്കും വലിയ മുത്തശ്ശനുണ്ടാവുമോ? അതൊക്കെ കേട്ടതും മോളെ, എത്ര വലിയ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം ചെറുതാണോ വലുതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ മോളെ. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് മോളെ. നമ്മുടെ ജീവിതം എന്താ എങ്ങനെ ആയിപ്പോയെന്നറിയില്ല. ചേച്ചി, അപ്പോൾ ഈ ചിന്നൂനും ഉണ്ടാവില്ലേ അമ്മ? അവളെയും പ്രസവിച്ചത് ഒരമ്മ തന്നെയല്ലേ? എല്ലാവർക്കും വലുതായി കഴിയുമ്പോൾ അവരുടെ ബന്ധങ്ങളെ കിട്ടുമോ ചേച്ചി? എനിക്കറിയില്ല മോളെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു പിടിയും കിട്ടുന്നില്ല. കാര്യങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാനിനി ജീവിക്കാൻ പോകുന്നത് ആ വലിയ തറവാട്ടില്ല. അതെൻ്റെ സ്വന്തം വീടാണെങ്കിലും സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാൻ പറ്റാതെ ഞാൻ അവിടെ കടിച്ചമർത്തി ശ്വാസം മുട്ടി ജീവിക്കേണ്ടി വരില്ലേ? എല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക മോളെ. എനിക്ക് പേടിയാവുക. അത് കേട്ടതും എന്തിനാ ചേച്ചി പേടിക്കുന്നേ? അവരൊക്കെ വലിയ തറവാട്ടുകാരാ. ചേച്ചിയുടെ കാര്യം ഭാഗ്യ. കാരണം എല്ലാ സത്യങ്ങളും മമ്മി തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി. ഇത്രയും വലിയ തറവാട്ടിൽ ചേച്ചി ജനിച്ചിട്ട് ചേച്ചിക്ക് ഇവിടെ വന്ന് താമസിക്കേണ്ട അവസ്ഥ. ഇനി ചേച്ചിയുടെ ജീവിതം അങ്ങ് മാറും. ചേച്ചി ഇനി ജീവിക്കാൻ പോകുന്നതേ വലിയ തറവാടില്ല, ചേച്ചിയുടെ സ്വന്തം തറവാട്ടിൽ. ആ വന്ന ആൾക്കാരൊക്കെ ചേച്ചിയുടെ ബന്ധുക്കളാണ്. അതൊക്കെ ഓർക്കുമ്പോൾ ചേച്ചിക്ക് സന്തോഷം തോന്നുന്നില്ലേ? സന്തോഷം ചേച്ചിയുടെ മനസ്സിലേക്ക് കയറി വരുന്നില്ലേ? പക്ഷേ എനിക്കറിയില്ല മോളെ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെ പേടിയാവുക. എന്തിനാ അവരെന്നെ ഉപേക്ഷിച്ചതെന്ന് ഓർക്കുമ്പോൾ അതൊരു ചോദ്യചിഹ്നമായിട്ട് മനസ്സിൽ കിടക്കുക. ഇത്രയും നാളും മമ്മിയുടെ അടുത്ത് എനിക്ക് വേണ്ടുന്ന ചെലവിനുള്ള എല്ലാ തുകയും തന്നു. മമ്മി എന്നെ നോക്കിയത് പൊന്നു പോലെയാ. ഒരുപക്ഷെ എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ കൂടെ എന്നെ ഇങ്ങനെ നോക്കില്ലായിരുന്നു. എന്നാൽ അത്രയ്ക്ക് സ്നേഹവും വാത്സല്യവും തന്ന് മമ്മി എന്നെ നോക്കുമ്പോഴും എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം അറിയാമായിരുന്ന മമ്മി എന്തിനാ അത് എന്നിൽ നിന്നും മറച്ചു വെച്ചത്? ഇപ്പോൾ അവസാന നിമിഷം മമ്മി എല്ലാം തുറന്നു പറയുമ്പോൾ എനിക്ക് അറിയില്ല എൻ്റെ മമ്മിയെ വിട്ടു പോകണോ അങ്ങോട്ടേക്ക് പോകണമെന്ന്. ചേച്ചി പോയേ പറ്റൂ. ഇല്ലെങ്കിൽ ചേച്ചിക്ക് വീണ്ടും അനാഥയായിട്ട് ജീവിക്കേണ്ടി വരും. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി ചിന്നമോളുടെ കാര്യം. നമ്മളൊക്കെ ഒരു കുറവ് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ചിന്നമോള് അവളുടെ അമ്മയില്ലാതെ പാലുകൂടി പോലും മാറാത്ത പ്രായത്തിലല്ലേ നമുക്ക് കിട്ടിയത്. അങ്ങനെയുള്ളപ്പോൾ ഈ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര സങ്കടകരമായ അവസ്ഥയാണ്. അതൊക്കെ ശരിയാണ് മോളെ. പക്ഷേ എന്നാലും ഇത്രയും വലിയ തറവാട്ടിൽ ഒരു വേലക്കാരിയെ പോലെ ഞാൻ ചെന്ന് നിൽക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ചേച്ചിയുടെ മുത്തശ്ശിയെ പരിചരിക്കാനല്ലേ ചേച്ചി സന്തോഷത്തോടെയും തൃപ്തിയോടെ അത് ചെയ്യണം. കാരണം ഇവിടെ ചേച്ചി കിടപ്പ് രോഗികളെ ഒരറപ്പില്ലാതെയാണ് നോക്കുന്നത്. അതുപോലെ അവിടെയും ചേച്ചി നോക്കുമ്പോൾ ചേച്ചിക്ക് അവിടുത്തെ സ്ഥാനം ഒരുപാട് ഉയരങ്ങളിലായിരിക്കും. അല്ല മോളെ, എന്നാലും എൻ്റെ ബന്ധുക്കൾക്കിടയിൽ ഒരന്യെ പോലെ കഴിയണമല്ലോ. സത്യങ്ങൾ തുറന്നു പറയാനാകാതെ നീറി ഞാൻ അവർക്കിടയിൽ കഴിയുമ്പോൾ എൻ്റെ മനസ്സിനെക്കുറിച്ച് മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങോട്ട് പോവണ്ടേന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ചേച്ചി, ഈ ചിന്നമോള് അവളുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കാം അവളെ അവളുടെ അമ്മ ഉപേക്ഷിച്ചത്. അതുപോലെ എൻ്റെ കുടുംബത്തിലും പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കാം എന്നെയും എൻ്റെ അമ്മ ഉപേക്ഷിച്ചത്. അങ്ങനെ ഓരോരുത്തരുടെ കുടുംബത്തിലും ചില പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് വലിയ വീടുകളിൽ. ചേച്ചിയുടെ കുടുംബത്തിൽ വലിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. അതുകൊണ്ടാണ് ചേച്ചി മരിച്ചുപോയെന്നും പറഞ്ഞ് ഇപ്പോഴും ചേച്ചിയുടെ അമ്മ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ അമ്മയെ അങ്ങനെ വിശ്വസിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചേച്ചി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. ചേച്ചി അങ്ങോട്ട് പോ. എന്നിട്ട് അവിടെ ചെന്ന് ചേച്ചി സന്തോഷമായിട്ട് ജീവിക്ക്. ചേച്ചിയുടെ കടമകൾ ചേച്ചി തീർക്ക്. അങ്ങനെ അവസാനം ഒരു ദിവസം എല്ലാ സത്യങ്ങളും അവർക്കൊക്കെ തുറന്നു പറയേണ്ടി വരും. അവരെല്ലാവരും മനസ്സിലാക്കും ചേച്ചി അവിടുത്തെ അമ്മയുടെ മകളാണെന്ന്. അവിടെയുള്ളവർ സത്യം തിരിച്ചറിയുമ്പോൾ ചേച്ചിക്ക് പിന്നെ സന്തോഷകരമായ ജീവിതമായിരിക്കും എന്നൊക്കെ ആനി പറയുക. അതെല്ലാം കേട്ടതും ഇല്ല മോളെ, എനിക്കങ്ങനെ തോന്നുന്നില്ല. എപ്പോഴും അവർക്കിടയിൽ ഒരു അധികപ്പറ്റായിട്ട് കഴിയേണ്ടി വരും ഞാൻ എന്നും അലീന. അത് കേട്ടതും ഇല്ല ചേച്ചി, അവരൊക്കെ വലിയ വീട്ടിലെ ആൾക്കാരാ.
അവരൊക്കെ നല്ലവരാ ചേച്ചി. ആര് പറഞ്ഞു? നല്ലവരായിരുന്നെങ്കിൽ അവരെന്നെ ഉപേക്ഷിക്കുമായിരുന്നോ മോളെ എന്നും അലീനയുടെ ഒറ്റ ചോദ്യത്തിന് മറുപടിയില്ലാതെ ആനി അലീനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, അലീനയുടെ ജീവിതം മാറിമറിയോ? ആ തറവാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വന്തം അമ്മയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ കാണാനുള്ള ആഗ്രഹത്തോടെയാണ് അലീന പോകുന്നത്. എന്നാൽ അലീന അവിടെ വെറും ഒരു വേലക്കാരി മാത്രമായി മാറുമോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.